ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് ജെ പി അസോസിയേറ്റ്സിൻ്റെ വാർത്ത എല്ലാവരും അത്യാവശ്യം അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ? അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് വലിയ ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും വാർത്തകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡിസ്കഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഈ ജെ പി അസോസിയേറ്റ്സൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഒഫീഷ്യലായിട്ട് ഞാൻ എങ്ങും കണ്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ സാധാരണഗതിയിൽ ഈ ട്രേഡിംഗ് വ്യൂവിൽ എടുത്തു കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂവിനകത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ന്യൂസുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ നമുക്ക് കാണിക്കേണ്ടതാണ്. പക്ഷേ ഇതിനകത്ത് വേറെ ന്യൂസുകളോ കാര്യങ്ങളൊന്നും ജെ പി അസോസിയേറ്റ്സിനെ സംബന്ധിച്ച ഒരു ന്യൂസുകളോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ടില്ല. ഞാനപ്പോൾ തന്നെ നേരെ എൻ്റെ ഗ്രോ ആപ്പാണ് എനിക്കുള്ളത്. ഞാനത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജയപ്രകാശ് അസോസിയേറ്റ്സിൻ്റെ ഞാൻ ജസ്റ്റ് എടുത്ത് അവരുടെ എടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് വേണം ചെയ്യാം നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കേസുകളിൽ ഈ ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതാണ്. ഇന്നിപ്പം വന്നിരിക്കുന്ന ന്യൂസ് ആണെങ്കിൽ 7 ദിവസം മുന്നേ വന്നിരിക്കുന്നതാണ്. പക്ഷേ ഈ ന്യൂസിനകത്താണെങ്കിലും പറയുന്നത് ജസ്റ്റ് ഒരു മാർക്കറ്റ് ഇൻഡിക്കേഷൻ നമുക്ക് തന്നു. ഒരു കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്താ ന്യൂസ് എന്ന്. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു മാർക്കറ്റ് ഇൻഡിക്കേഷൻ നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെ സംബന്ധിച്ച് വേറെ പ്രത്യേകിച്ച് അപ്ഡേറ്റുകളോ കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പം ഞാൻ നേരെ ഗൂഗിൾ എടുത്തിട്ട് ഇവിടെ ജെ പി ജെ പി അസോസിയേറ്റ്സ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അടിച്ചു കൊടുക്കാൻ നേരത്ത് അങ്ങനെ പ്രധാനപ്പെട്ട ന്യൂസുകളായിട്ടൊന്നും കാണിക്കുന്നില്ല. അതായത് ഗൂഗിളിനകത്താണെങ്കിലും നമ്മുടെ മണി കൺട്രോളിനകത്താണെങ്കിലും അങ്ങനെ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഇതിനെ സംബന്ധിച്ച ന്യൂസുകളോ കാര്യങ്ങളോ ആയിട്ടൊന്നും എങ്ങും കാണിക്കുന്നില്ല. അപ്പം ഞാൻ നേരെ പോയി അടുത്ത ഗൂഗിളിനകത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഇതിൻ്റെ ട്രേഡിങ് റെസ്ട്രിക്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചൊരു ന്യൂസുകളോ കാര്യങ്ങളൊന്നും ഇവിടെയും കാണിക്കുന്നില്ല. അപ്പം ഞാൻ പ്രധാനപ്പെട്ട ബാക്കിയുള്ള റെസ്ട്രിക്റ്റ് ലേറ്റസ്റ്റ് ന്യൂസ് ജെ പി അസോസിയേറ്റ് ലേറ്റസ്റ്റ് ന്യൂസ്. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട ന്യൂസുകൾക്കൊന്നും ജെ പി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ് എക്കണോമിക് ടൈംസിൻ്റെ നോക്കി കഴിയുമ്പോഴത്തേക്കും അതിനകത്തും അങ്ങനെ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് അങ്ങനെ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ നേരെ ഇവരുടെ ഷെയറിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നേരെ ഷെയർ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ഭാഗത്ത് വന്നു ഇങ്ങനെ ചെറിയൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. യു കനോട്ട് ട്രേഡ് ദിസ് സ്റ്റോക്ക് റൈറ്റ് നൗ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നേരെ അവിടെ കാണിക്കുന്ന ട്രേഡിംഗ് ഓൺ ദിസ് സ്റ്റോക്ക് ഹാസ് ബീൻ ഡിസേബിൾഡ് ബൈ ദ എക്സ്ചേഞ്ച് ആൻഡ് നോ മാർക്കറ്റ് ഡേറ്റ ഈസ് അവൈലബിൾ ഫോർ ഇറ്റ് റൈറ്റ് നൗ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് എക്സ്ചേഞ്ച് അത് ഡിസേബിൾ ചെയ്തിരിക്കുകയാണെന്നാണ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ എസ് സിയുടെ ബി എസ് സിയുടെ വേറെ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് നമ്മൾ നോക്കുന്ന രീതിയിലാണ് നോക്കിയേക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് നേരെ ചാർട്ടിലേക്ക് വരാം. അതിൻ്റെ ചാർട്ടാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ ഞാൻ നേരെ വീക്ക്ലി ചാർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് 2013 ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് നേരെ ഒന്ന് ഡൗൺ ആണ് വന്നത്. പിന്നെ ഒരു അപ്പ് ട്രെൻഡിലേക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു തുടങ്ങി. വീണ്ടും അവിടുന്ന് കുത്തനെ നേരെ താഴേക്ക് വന്നു. ഈ വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്ന ആ കോവിഡിൻ്റെ ടൈമാണ്. ആ കോവിഡിൻ്റെ ടൈമിൽ നിന്ന് പതുക്കെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു ലക്ഷണം കാണിച്ചു. എന്നിട്ട് ഇവിടുന്ന് നേരെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഒന്ന് ചെറിയൊരു അപ്പ് ട്രെൻഡിലേക്ക് വന്നു. അവിടെ നേരെ താഴേക്ക് വന്നു. ഇപ്പം ഈ ഒരു സ്റ്റേജിലാണ് ഈ ഷെയർ നിൽക്കുന്നത്. സോ ആകപ്പാടെ മൊത്തത്തിൽ ഒരു ഓവറോൾ ഒരു ഡൗൺ ട്രെൻഡിലാണ് എന്ന് തന്നെ നമുക്ക് വേണേൽ പറയാം. ഓവറോൾ ഡൗൺ ട്രെൻഡിലാണ് ഇപ്പം നിൽക്കുന്നത്. ഷെയറിന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു അപ്പ് ട്രെൻഡ് അല്ലെങ്കിൽ അപ്പ് മൂവ്മെൻറ്റും ഓവറോൾ നമുക്ക് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. അതായത് ഇതിൻ്റെ ഇനിഷ്യൽ പ്രൈസിനെ സംബന്ധിച്ച് അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സെയിം പ്രൈസിൽ തന്നെയാണ് ഇപ്പോഴും വന്ന് നിൽക്കുന്നത്. സോ ഇതിനകത്ത് വലിയൊരു ഒരു പ്രതീക്ഷ വെക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു 390 ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 330 റേഞ്ചാണ് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നേരെ
കോവിഡ് ടൈം ആയപ്പോഴത്തേക്കും, കോവിഡ് അല്ല, അതെ, കോവിഡിൻ്റെ ടൈം വന്നപ്പോഴത്തേക്കും 1 രൂപ 11 പൈസയിലേക്ക് ഇത് വന്നു. അവിടെ നിന്ന് നേരെ 1 രൂപയിലേക്ക് വന്നു, 1 രൂപ 4 പൈസയിലേക്ക് വന്നു. അവിടെ നിന്ന് നേരെ വീണ്ടും കയറിയിട്ടാണ് ഇപ്പോൾ 9 രൂപ 69 പൈസയിൽ നിൽക്കുന്നത്. സോ ഇവിടെ വെച്ചാണ് ഇപ്പം ട്രേഡ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാകും. നമുക്ക് ട്രെൻഡ് ലൈൻ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ട്രെൻഡ് ലൈൻ ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നേരെ പോയി അവിടെ ചെന്നു. ഇവിടെ നമുക്കൊരു സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് സോണിലും താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രേഡിംഗ് റെസ്ട്രിക്റ്റ് ആയി. ഞാൻ ജസ്റ്റ് ഇത് നോക്കുമായിരുന്നു. ഇപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ ആണ് എങ്കിൽ പോലും ഒരു അത്യാവശ്യം ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഉള്ള സ്ഥാനത്താണ് അത് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ സ്റ്റോക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കി, ഇവിടെ സപ്പോർട്ട് ഉണ്ടാക്കി, ഇവിടെ സപ്പോർട്ട് ഉണ്ടാക്കി, ഇവിടെ സപ്പോർട്ട് ഉണ്ടാക്കി. ആ സപ്പോർട്ടിൽ നിന്ന് പതുക്കെ കയറി മുകളിലേക്ക് വരികയാണ്. എന്നാൽ ട്രെൻഡ് ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്തു. ഇത് ഒരു പ്രോപ്പർ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആണെന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് വരച്ചതാണ്. അത് കൃത്യമായിട്ടൊന്നും അല്ല. എങ്കിൽ പോലും നമുക്കൊരു റെഫറൻസ് നോട്ട് എടുക്കുന്നതിന് തെറ്റില്ല. ഇപ്പം ബ്രേക്ക് ഔട്ട് നടത്തി മുകളിലേക്ക് കയറിയ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. സോ എന്താണെങ്കിലും ട്രേഡിങ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിപ്പം ഇനിയും ഇതൊരു പക്ക ട്രേഡിംഗ് രീതിയിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടിയ വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ കടം കിട്ടാനുള്ള എല്ലാ ആളുകളും ചേർന്ന് കമ്പനിയെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. കമ്പനി ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. സോ ഇനിയിപ്പം വേറൊരു കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ തന്നെ എത്രമാത്രം ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന്, എന്തായാലും ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഇനിയിപ്പം ഈ ഷെയർ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഷെയർ ടോട്ടലി എക്സ്ചേഞ്ചിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം ഹോൾഡേഴ്സ് ഇപ്പം ഹോൾഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ അവർക്കതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഈ കമ്പനി ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ തന്നെ അവരെന്തെങ്കിലും ഈ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും കമ്പനിയായിട്ട് മെർജ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് ഇപ്പം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഷെയറിൻ്റെ പ്രൊപ്പോർഷനായിട്ടുള്ള എന്തെങ്കിലും ചിലപ്പം ഷെയർ കിട്ടിയേക്കാം, ഉറപ്പില്ല, കിട്ടിയേക്കാം. സോ ഇപ്പം ഇറക്കിയിരിക്കുന്ന മുതൽ ടോട്ടൽ ലോസ് എന്ന രീതിയിൽ നമ്മൾ എഴുതി തള്ളുന്നതായിരിക്കും നല്ലത്. ഇതിനകത്ത് വേറെ പ്രതീക്ഷയൊന്നും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ JP അസോസിയേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ പവറും അതിലേക്ക് JP പവറും അതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയേണ്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരേ ഗ്രൂപ്പ് കമ്പനിയിൽ വരുന്നത് കൊണ്ട് JP പവറും ഈ ഗ്രൂപ്പിലേക്കുള്ളത് കൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് JP പവറിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരുപക്ഷെ ഇത് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് കമ്പനിയിലുള്ള ഒരു കമ്പനിക്ക് ഇങ്ങനൊരു നെഗറ്റീവ് സെൻസിലുള്ള വാർത്ത ഉണ്ടാകാൻ നേരത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രൂപ്പ് കമ്പനിയിലുള്ള ബാക്കി കമ്പനികളിലെല്ലാം ബാധിക്കേണ്ടതാണ്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ അദാനി ഗ്രൂപ്പിൻ്റെ ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരു ഷോർട്ട് സെല്ലിങ്ങിൻ്റെ ഒരു പ്രശ്നം എല്ലാവർക്കും അറിയാമല്ലോ. ഏതെങ്കിലും 1-2 സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചൊരു വാർത്ത വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, ആ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിയെ സംബന്ധിച്ച് വാർത്ത വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ സ്റ്റോക്കുകളും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തു. എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു കമ്പനിയും അത് എഫക്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു സ്റ്റോക്കിനെ നമുക്കത് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും നമുക്ക് ശുഭപ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇപ്പം ഈ ഒരു സ്റ്റോക്കിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ചാർട്ടിൻ്റെ ഒരു അനാലിസിസിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ ഇത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പരിസരത്ത് അത്യാവശ്യം നല്ല രീതിയിലൊരു സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ സപ്പോർട്ട് എടുത്ത് ഇവിടെ സപ്പോർട്ട്, ഇവിടെ റെസിസ്റ്റൻസ് വന്നു, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്ത് നേരെ മുകളിലേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഈ ഒരു റേഞ്ചിലാണിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തു, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി, റെസിസ്റ്റൻസി വന്ന് അടിച്ചു, വീണ്ടും ഈ ഒരു ഏരിയ കിടന്ന് കളിക്കുകയാണ് ഇപ്പം നിലവിൽ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഏരിയയിൽ റേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി ചിലപ്പം ഈ വാർത്തയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് വരാൻ നേരത്ത് ചിലപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയും കൂടി കണക്കാക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ 2020 അതായത് കോവിഡിന് ശേഷമുള്ള ഇതിൻ്റെ ഒരു പെർഫോമൻസിനെ വെച്ച് നോക്കുകയാണ് എങ്കിൽ ട്രെൻഡ് ലൈൻ വരച്ച് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. നമ്മളത് ട്രെൻഡ് ലൈൻ എത്രമാത്രം ഇതിനകത്ത് പ്രായോഗികമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു കഴിയുമ്പോൾ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചിട്ട് വെറുതെ കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളൊന്ന് ജസ്റ്റ് നോക്കുകയാണ് ഇതിൻ്റെ ട്രെൻഡ് ലൈൻ അനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും
ട്രെൻഡ് ലൈൻ അനുസരിച്ച് നോക്കുകയാണ് എങ്കിൽ ഏകദേശം ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ നിന്ന് വന്നു, ഇവിടെ സപ്പോർട്ട് എടുത്തു, നേരെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ റെസിസ്റ്റൻസിൽ കിടന്ന് കളിച്ച് വീണ്ടും അവിടുന്ന് വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്ത് നേരെ ഇവിടെ വന്ന് ഈ ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസിൽ വന്ന് അടിച്ചു, നേരെ ഇവിടെ വന്ന് ഒരു റേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഈ ഒരു ഏരിയയിൽ വന്ന് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇങ്ങനെ മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ന്യൂസ് നിൽക്കാൻ നേരത്ത് എത്രമാത്രം ഇത് കാര്യങ്ങൾ ഇതിൽ പ്രായോഗികമായിട്ട് ഈ രീതിയിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇതൊന്ന് ചാർട്ടൊന്ന് സൂം ചെയ്ത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് നല്ല അടിപൊളിയായിട്ടൊരു റേഞ്ച് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാണാൻ വേണ്ടി ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണിക്കാം. ഒരു റേഞ്ച് ഇത്രയും ഭാഗത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2023 ഡിസംബറിൽ 2024 ആദ്യം ഈ ഒരു റേഞ്ചിലേക്ക് കയറിയതാണ്. ഏകദേശം 8 മാസമായിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ കടന്നാണ് കളിക്കുന്നത്. സോ ഇത് എത്രമാത്രം ബ്രേക്ക് ആവുമെന്ന് പറയാൻ പറ്റില്ല. സാധാരണത്തിൽ ഇങ്ങനത്തെ ഒരു റേഞ്ച് ഉണ്ടാക്കി മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷനിലേക്ക് അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടേണ്ടതാണ്. നമുക്കിപ്പോൾ നമ്മുടെ ട്രെൻഡ് ലൈൻ അനുസരിച്ച് ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നെഗറ്റീവ് വാർത്ത എങ്ങനെ ഇതിനെ ബാധിക്കുന്നറിയില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വോളിയത്തിൻ്റെ അവസ്ഥയും കൂടെ നമ്മളൊന്ന് പരിഗണിക്കണം. ഇവിടെ അത്യാവശ്യം നല്ല വോളിയം തന്ന് മുകളിലേക്ക് കയറി, ഇവിടെ അത്യാവശ്യം വോളിയം ഉണ്ട്, ഇവിടെ അത്യാവശ്യം വോളിയം ഉണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ കംപ്ലീറ്റ് വോളിയം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചാൽ വോളിയം വളരെ കുറവാണ്. റീറ്റെയിലേഴ്സ് മാത്രമാണ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റും ഇവിടെ വോളിയത്തിൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ഒരു നല്ലൊരു മൊമെൻറ്റം ക്യാൻഡിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഇത് മുകളിലേക്കുള്ളൊരു മൊമെൻറ്റം ക്യാൻഡിൽ, അത് ബൈങ് മൊമെൻറ്റം ക്യാൻഡിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഇതിൽ ഒരു ശുഭപ്രതീക്ഷ ഇനി വെച്ചിട്ട് കാര്യമുള്ളൂ. ഇപ്പം നിലവിലത്തെ അവസ്ഥയിൽ റീറ്റെയിലേഴ്സ് മാത്രമേ ഈ ഒരു ഏരിയയിലുള്ളൂ. പ്രൈസ് ആണെങ്കിൽ വളരെ ഒരു ചെറിയ റേഞ്ചിൽ കിടന്നാണ് കളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നല്ലൊരു ബൈങ് മൊമെൻറ്റം കിട്ടി, ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടുന്ന് കയറി ഇത് നേരെ മുകളിൽ ട്രെൻഡ് ലൈൻ വരെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നിലവിൽ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനകത്ത് വലിയൊരു ശുഭപ്രതീക്ഷ, ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റിലുള്ളപ്പോൾ ഇനിയും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ട് അത്യാവശ്യം പ്രോഫിറ്റിലാണെങ്കിൽ തൽക്കാലം ഒന്ന് ക്യാപിറ്റൽ സേഫ് ആക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ കൃത്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതുപോലത്തെ നല്ലൊരു ബൈങ് മൊമെൻറ്റം ക്യാൻഡിലുള്ള ബൈങ് വോളിയവും നമുക്ക് കിട്ടണം. നിലവിലത്തെ അവസ്ഥയിൽ വോളിയം ഡ്രൈ ആയി നിൽക്കുകയാണ്. റീറ്റെയിലേഴ്സ് മാത്രമേ ഈ ഒരു ഏരിയ കിടന്ന് കളിക്കുന്നുള്ളൂ. സോ നമുക്കൊരു നല്ല വോളിയം കിട്ടിയെങ്കിൽ മാത്രമേ, അതായത് ബൈങ് സൈഡിലേക്ക് ഒരു വോളിയം കിട്ടിയെങ്കിൽ മാത്രമേ ശുഭപ്രതീക്ഷയുള്ളൂ. ഇത് താഴേക്ക് പോകാനും സാധ്യതയാണ് ഇപ്പോഴത്തെ നെഗറ്റീവ് ന്യൂസ് അനുസരിച്ച്. സോ നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം പ്രോഫിറ്റ് ഉള്ളവർ ക്യാപിറ്റൽ സേഫ് ആക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. ഓക്കെ ദെൻ താങ്ക് യു, ബൈ ബൈ.